തൃശൂർ വെള്ളാറ്റഞ്ഞൂരിലെ അധ്യാപകനും സംഗീതജ്ഞനുമൊക്കെയായ അനൂപിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം അറിഞ്ഞത്. തുടർന്ന് നൂറുകണക്കിന് പേരാണ് ആ വേർപാടിന്റെ ഞെട്ടൽ രേഖപ്പെടുത്തി അനൂപിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും. അനൂപ് ഇങ്ങനെയൊരു കടുംകൈ ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എപ്പോഴും സന്തോഷവാനായാണ് അദ്ദേഹത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം കണ്ടിട്ടുള്ളത്. അങ്ങനെയൊരു വ്യക്തി എന്തിനാണ് ജീവനൊടുക്കിയത് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം സംഗീത രംഗത്തടക്കം സജീവമായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തൻ്റെ കലാസബരിയിൽ അനൂപ് മുഴുകിയിരുന്നു. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം എന്ന അനൂപിന് ഏറെ ഇഷ്ടപ്പെട്ട ഗാനം ഞായറാഴ്ച വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ മനോഹരമായി ആലപിച്ചാണ് അനൂപ് മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അദ്ദേഹം തിങ്കളാഴ്ച സ്കൂളിലുമെത്തി ക്ലാസുമെടുത്തു. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏറെ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അനൂപ്. അതുകൊണ്ടുതന്നെ പതിവ് പോലെയാണ് വിദ്യാർത്ഥികൾക്കൊപ്പം ആടിയും പാടിയും ക്ലാസ് എടുത്തതും. എന്നാൽ തൊട്ടടുത്ത ദിവസം സംഗീത ലോകത്തിൽ നിന്നും അനൂപ് സ്വയം വിടവാങ്ങുകയായിരുന്നു. നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്വന്തം സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. 2 മക്കളായിരുന്നു അനൂപിന്. ഒരു മകളും മകനും. തുമ്പി, പാച്ചു എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. അവധി ദിവസങ്ങൾ കിട്ടിയാൽ മക്കൾക്കൊപ്പം കറക്കവും സ്വന്തം നാടായ വെള്ളാറ്റഞ്ഞൂരിലേക്കുമെല്ലാം പോകുവാൻ ഏറെ ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇടയ്ക്കയിലും ഗിറ്റാറിലും ഹാർമോണിയത്തിലുമെല്ലാം അനൂപ് കൈവഴക്കം നേടിയിരുന്നു. സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയുമെല്ലാം പല വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ചത്തെ സംഗീത പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തൻ്റെ ഒരാഗ്രഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ജന്മനാടായ വെള്ളാറ്റഞ്ഞൂർ എൻ്റെ പേരിൽ കൂടി പ്രശസ്തമാകണം. പുതുതായി വാങ്ങിയ കാറിലായിരുന്നു ഞായറാഴ്ച കൂട്ടുകാർക്കരികിലേക്ക് വന്നതും. വീട്ടുകാരുടെ കുട്ടനും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ് വെള്ളാറ്റഞ്ഞൂർ എന്ന 41കാരൻ. അതേസമയം ചെണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടകഗാന ഗായകനുമായ പിതൃസഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ്. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേരാണ് വിജയ കിരീടം അണിഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. 2019 തൃശൂർ പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച സംഗീതം നൽകിയ ഒരു ഗാനം ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് ചെയ്തിരുന്നു. പൂരക്കാലത്ത് യൂട്യൂബിൽ റിലീസ് ചെയ്ത പൂരം ജനിച്ചൊരു നാട് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വൻ സ്വീകാര്യതയും ലഭിച്ചു. അതേസമയം അനൂപിന്റെ മരണത്തിൽ ദുരൂഹതകളില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യയാണ് കാരണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നാണ് അനൂപ് എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ ഉള്ളത്. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഉണ്ടായേക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.